ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജാനിമോളും കുഞ്ഞാറ്റും പോയ ആ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ദിവസമായി അവർ പോയിട്ട്, പക്ഷേ എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ കുഞ്ഞോളുടെ പ്രസവവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ജാനിമോളും കുഞ്ഞാറ്റും പോയിട്ട് 10 ദിവസം കഴിഞ്ഞു. ജാനിമോളെയും വേറൊരാൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട്, മലപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ചോദിച്ചു. പക്ഷേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേട്ടന് ഒരു സബ്സിഡിയിൽ പൈസ കിട്ടേണ്ട കാര്യമാണ്. ഒരു പശുവിനെയും കുട്ടിയും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞാറ്റേനെ കൊടുക്കാനായിട്ട്. എന്നിരുന്നാലും ആ ചേട്ടൻ ചോദിച്ചപ്പോൾ പിന്നെ എന്നാൽ കൊടുക്കാം. അപ്പോൾ ജാനിമോളെ ഇല്ലാണ്ട് പശുവിനെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റില്ല, പശുവും കുട്ടിയും വേണം, ഒരു 60,000 രൂപ സബ്സിഡി കിട്ടാനായിട്ടാണെന്ന് പറഞ്ഞു. നമ്മുടെ പശുക്കളെയും അതുപോലെ ആടുകളെയൊക്കെ ആ ചേട്ടൻ വാങ്ങിക്കൊണ്ടുപോകാറുള്ളതാണ്. എന്ത് സഹായത്തിനും വൈക്കോലായാലും ഒക്കെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞാറ്റ പ്രസവിച്ചിട്ട് 7 മാസം, ജാനിമോൾക്ക് 7 മാസമുണ്ട്. അപ്പോൾ 4 മാസമായപ്പോഴേ അവൾ ആദ്യത്തെ മതി കാണിച്ചപ്പോൾ തന്നെ നമ്മൾ കുത്തിവെച്ചപ്പോൾ ആദ്യത്തെ കുത്തിവെപ്പിൽ തന്നെ ശനിയും പിടിച്ചിട്ടുണ്ട്. ഈ 22-ാം തീയതിക്ക്, ഡിസംബർ 22-ാം തീയതിക്ക് 3 മാസം ഗർഭിണിയാണ്. അപ്പോൾ നല്ലൊരു പശു തന്നെയാണ് കുഞ്ഞാറ്റ. നമുക്ക് 10 ലിറ്റർ പാല് ഈ കഴിഞ്ഞ പ്രസവത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പശുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ചേട്ടന് പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് പ്രസവിച്ചാൽ തിരിച്ചു കൊണ്ടുവരാനും പറ്റും എന്ന് പറഞ്ഞു. തിരിച്ചു കൊണ്ടില്ലേ അതൊക്കെ വേറെ കാര്യം. എന്തായാലും തൊട്ടടുത്ത് നമുക്ക് ചേർപ്പിലേക്ക് ഇവിടുന്ന് അത്ര അധികം വഴിയൊന്നുമില്ല. അവിടെയാണ് ഈ പശുവിനെ കൊണ്ടുപോയേക്കണത്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോയി കാണാനോ ഒക്കെ പറ്റും. കുഞ്ഞാറ്റനെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അമൽ ചോദിച്ചു, എന്താ ഷീബേച്ചി പറയാഞ്ഞ്? ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാനുള്ളൊരു ഉദ്ദേശത്തിൽ ആയിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പോണതൊക്കെ വീഡിയോ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വിഷമം തോന്നിയാൽ പോണ സമയത്ത് അമ്മയും മോളും കൂടി പോകുമ്പോൾ അത്ര സങ്കടമൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ചേട്ടനാണെങ്കിൽ നന്നായിട്ട് പശുക്കളെ നോക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ കുഞ്ഞാറ്റനെ കയറ് പിടിച്ച് കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞ് ജാനിമോളെ കയറ് പിടിച്ച് കയ്യിൽ കൊടുത്തപ്പം ആൾ വിചാരിച്ചു കാലിനൊക്കെ സുഖമില്ലാത്ത കുട്ടിയല്ലേ, അപ്പോൾ വേണമെങ്കിൽ ഓടൊന്നുമില്ല. ആളുടെ കയ്യിൽ കൊടുത്ത വഴിക്ക് ഓടി വന്ന് അവളെ കെട്ടിയിടുന്ന സ്ഥലത്ത് വന്ന് നിന്നു, നമ്മുടെ തൊഴുത്തിൻ്റെ മുൻപിലായിട്ട്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ പിന്നെ ഞാൻ വേറെ വീഡിയോ ഒന്നും പിടിക്കാൻ പോയില്ല. അത്രയും വിഷമമായി എനിക്കത് കണ്ടപ്പോൾ. അതിന് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് കുറയ്ക്കണം, എണ്ണം കുറയ്ക്കണം പശുക്കളുടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുഞ്ഞാറ്റേനെ കൊണ്ടുപോയ ചേട്ടന് കൊള്ളി ഒക്കെ നടലുണ്ട് കേട്ടോ. കൊള്ളി, വാഴ എല്ലാം ഉണ്ട്. ചേട്ടൻ്റെ എല്ലാ കൃഷികളും നെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ എന്നും പറയും കൊള്ളി വലിക്കുന്ന സമയത്ത് കൊള്ളി വലിക്കുന്നുണ്ട്, വായോ നല്ല കൊള്ളിയാണെന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ എന്നാൽ പോവാം, അതോടുകൂടി നമ്മുടെ ജാനീനെയും കുഞ്ഞാറ്റേനെയൊക്കെ കാണും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നെടുപുഴ കോളുപാടാണത്. ആ കോളുപാടം കടന്നു കഴിഞ്ഞാൽ അമ്മാടം കുടഞ്ഞ ഒരു ഭാഗത്തു കൂടെയാണ് ഈ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി ദൃശ്യം കണ്ടപ്പോൾ ഞാനങ്ങനെ വീഡിയോ പിടിച്ചതാണ്. ഇവിടെ നിന്ന് നല്ലപോലെ മീനൊക്കെ കിട്ടും, നല്ല വലിയ വലിയ ബ്രാലും നല്ല നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഈ നെടുപുഴ കൂളുപാടം എന്ന് പറയുന്നത്. നമ്മൾ വൈക്കോലൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ വൈക്കോലൊക്കെ നമ്മൾ ഈ പാടത്തു നിന്നാണ് നമ്മളെ വീട്ടിലേക്കൊക്കെ എത്തിച്ചു തരിക. ഈ ഭാഗത്ത് നല്ല പോലെ കൃഷിയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മുടെ കുഞ്ഞാറ്റ ജാനിമോളുള്ള വീട്ടിലെത്തി. കുഞ്ഞാറ്റയ്ക്ക് വലിയ മൈൻഡൊന്നുമില്ല നമ്മളെ കണ്ടപ്പോൾ. ഞാൻ അവളെ കൊടുത്തു വിട്ടത് കൊണ്ടാവാം അല്ലെങ്കിലും ഇവിടെ ഉള്ളപ്പോഴും അത്ര വലിയ സ്നേഹമില്ലാത്തൊരു പശുവാണ്. ഇവിടെ കുഞ്ഞോള് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള ഒരു പശുവാണ്. പക്ഷേ കുഞ്ഞാറ്റയ്ക്ക് അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കൽ കുറവാണ്, ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവൾക്ക് അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. അപ്പം അപ്പുറത്ത് കിടക്കുന്ന കറുത്ത പശുക്കുട്ടിയും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഒരു 6 മാസമുള്ള കുട്ടീനെ ആ ചേട്ടൻ കൊണ്ടുപോയി. അതിന് ഗർഭിണിയാവണേ ഇല്ലായിരുന്നു. 2.5-3 വയസ്സായിട്ടും ഗർഭിണിയാവാണ്ട് അതിനെ കൊടുക്കാനൊക്കെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. പക്ഷേ ആൾ നോക്കി അതിപ്പോൾ ഗർഭിണിയായിട്ടുണ്ട്. നല്ല പശുക്കുട്ടിയാണ്. നമ്മുടെ വീട്ടിലൊരു സ്വർണ്ണവും, ഞാനൊക്കെ ചാനൽ തുടങ്ങും മുൻപേ നമ്മുടെ വീട്ടിലൊരു സ്വർണ്ണം എന്ന് പറഞ്ഞൊരു പശു ഉണ്ടായിരുന്നു. നല്ല പ്യുവർ HF ആയിട്ടുള്ളൊരു പശുവായിരുന്നു. അതിൻ്റെ മോളാണത്. അപ്പോൾ ആ ചേട്ടൻ ഇതുപോലെ ഒരു പശുക്കുട്ടീനെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങി കൊണ്ടുപോയതാണ്. ആൾക്കാർക്ക് സങ്കടമായിരുന്നു അതിനെ കൊണ്ടുപോയിട്ട് ഗർഭിണിയാവണില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആളുടെ വീട്ടിൽ കോഴികളുണ്ട്, കുറേ കോഴിയൊക്കെ ഉണ്ട്.
അങ്ങനെ ഈ പശുക്കളെയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ജാനിമോളെ ഞാൻ വിളിച്ച വഴിക്ക് ജാനിമോള് കരഞ്ഞ് നമ്മളെ ഒന്ന് മനസ്സിലാക്കിയ പോലെ എനിക്ക് തോന്നി. കുഞ്ഞാറ്റയ്ക്ക് യാതൊരു ഇതുമില്ല. അങ്ങനെ കുഞ്ഞാറ്റയുണ്ട്, ആ ചേട്ടൻ സ്കൂട്ടറുമ്പോൾ വരുന്നു കണ്ട വഴിക്ക് കരയണു. അപ്പോൾ ആൾ ഭക്ഷണം കൊടുക്കണു. അത് മൃഗങ്ങളെ സംബന്ധിച്ച് അധികവും പശുക്കൾക്കൊക്കെ, എരുമകൾക്ക് പിന്നെ ഇത്തിരി കൂടി സ്നേഹം കൂടും. പശുക്കൾക്കൊക്കെ അപ്പോൾ ഭക്ഷണം കൊടുക്കണത് ആരാ? അതാണ്. നമ്മുടെ ജാനിമോൾക്ക് കുറച്ച് ക്ഷീണം ഉണ്ടെന്ന് തോന്നി. കായത്തൊലില്ലാത്തതിൻ്റെ ഒരു ക്ഷീണം ജാനിമോൾക്ക് അവിടെ തോന്നി. പിന്നെ മുഖത്ത് ആ കയറൊക്കെ കിട്ടിയപ്പോൾ മൊത്തത്തിലൊരു മാറ്റം തോന്നി എനിക്ക് അവളെ കണ്ടപ്പം. കുഞ്ഞാറ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് പുല്ല് കിട്ടിയാൽ മതി. പുല്ലും വൈക്കോലൊക്കെ ഉണ്ട്. നല്ല രീതിക്ക് പശുക്കളെ നോക്കണ ഒരു ചേട്ടൻ തന്നെയാണ്. കാരണം കുഞ്ഞാറ്റയ്ക്ക് അവിടെ ചെന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്രയും പശുക്കളുടെ ഉള്ളിലാണല്ലോ, അവിടെ 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവൾ ഇത്തിരി നന്നായേക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയേക്കാളും നല്ല ഇതായിട്ടുണ്ട്. അതുപോലെ കറുത്ത പശു അതെ, അവൾക്ക് പേരൊന്നുമില്ല. ചേട്ടൻ എന്താ വിളിക്കാവോ? ഞാനും ഇവിടെ നിന്ന് പേരിട്ടത് എനിക്ക് ഓർമ്മയില്ല. 3-3.5 കൊല്ലം മുമ്പ് കൊണ്ടുപോയതാണല്ലോ. അങ്ങനെ അവളും നല്ല പശുവായിട്ട് ഇരിക്കുന്നുണ്ട്. ചെറുതായിട്ട് മടിയൊക്കെ ഇറങ്ങി നല്ലൊരു പശുക്കുട്ടിയാണ്. സമ്മിശ്ര കർഷകനൊക്കെ ഉള്ള അവാർഡൊക്കെ വാങ്ങാറുള്ള ചേട്ടനായിട്ടാണ്. നിറയെ കോഴി, ആടുണ്ടായിരുന്നു. ആടിനെ നമ്മുടെ വീട്ടിലത്തെ ആടൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ കുറേ ഉണ്ട്. ഇപ്പോൾ ആടിനെയൊക്കെ നിർത്തിയ ആളെ സംബന്ധിച്ച് ഇതൊന്നും കൊണ്ട് നടക്കേണ്ട ആളൊന്നുമല്ല. പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. വലിയൊരു മീൻകുളം ഉണ്ട്. അപ്പോൾ മീനൊക്കെ പിടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മീനൊന്നും ഇപ്പോൾ വലിയതില്ല, കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഉള്ളതൊക്കെ. 1000 ബ്രാൽക്കുട്ടികളെ അതിലിട്ടിട്ടുണ്ട്. അതൊക്കെ സബ്സിഡിയിൽ നിന്ന് കിട്ടണതാണ് അവർക്ക്. കൃഷിഭവനിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നൊക്കെ ആയിട്ട് സബ്സിഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 10,000 രൂപയുടെ മീൻകുട്ടികളെയാണ് ഫ്രീ ആയിട്ട് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നല്ല പോലെ മീൻ വളർത്തലുണ്ട്. ഇപ്പോൾ അതേ തേനീച്ചക്കൂട് കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തേനീച്ച കൃഷിക്കുള്ള ക്ലാസ്സിന് പോയിട്ട് വേണം അത് തുടങ്ങാൻ എന്നാണ് പറയണത്. അപ്പോൾ 20 വർഷത്തെ പശു വളർത്തലിനുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പശുക്കളെ കാണാൻ പോകുക എന്നുള്ളത്. അമലിൻ്റെ വീട്ടിലേക്ക് ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ ആടും പശുവൊക്കെ ഉള്ളപ്പോൾ കാണാനായിട്ട്. അല്ലാതെ ഞാൻ പോയിട്ടില്ല. അന്നും അവരെന്നെ മൈൻഡ് ചെയ്യാണ്ടായോടുകൂടി ആ പണി വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് കുഞ്ഞാറ്റേനും മോളും അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ നല്ല മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഫാൻ ഇട്ടിട്ടുണ്ട്, എപ്പോഴും പുല്ലും വൈക്കോലും ഒക്കെ കൊടുത്ത് നല്ല കുടിവെള്ളം മാത്രം അവിടെ ഇല്ല. എപ്പോഴും കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ഒരു സൗകര്യക്കുറവ് മാത്രമേ എനിക്ക് തോന്നി. അപ്പോൾ ചേട്ടനോട് ഞാൻ എപ്പോഴും പറയും നല്ലപോലെ വെള്ളം കൊടുത്തോളാം. ചേട്ടൻ പറഞ്ഞു ഇതുപോലെ പശുക്കൾ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലെപ്പോഴും അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ കറക്കുന്ന പശുക്കൾക്ക് പാല് കൂടുതൽ കിട്ടണമെങ്കിൽ എപ്പോഴും കുടിവെള്ളത്തിൻ്റെ ഒരു സൗകര്യം വേണം. പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കൊള്ളി വാങ്ങാനായിട്ട്, കൊള്ളി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ കപ്പയ്ക്ക് കൊള്ളി എന്നാട്ടോ പറയുക. അപ്പോൾ ചേട്ടൻ സാമ്പത്തികമായി അത്ര പിന്നോക്കം നിൽക്കുന്ന ആളൊന്നല്ല കേട്ടോ, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ആൾക്ക് നല്ലതായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആളുടെ വീടിൻ്റെ അടുത്തുള്ള നല്ല സ്ഥലവും നല്ല മണ്ണുമാണ്. അതിപ്പോൾ 3-4 വർഷമായിട്ട് ആൾ ഈ കൊള്ളി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിക്കാനായിട്ടൊരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ജോലിക്കാരനുണ്ട്. അപ്പോൾ അവർ 2 പേരും കൂടി അത് വലിച്ച് ചേർപ്പ് സൊസൈറ്റിയിൽ കൊടുക്കും. അപ്പോൾ അതിൻ്റെ പൊടിക്കൊള്ളികളും നല്ല കൊള്ളിയൊക്കെ ആയിട്ട് എനിക്ക് കൊള്ളിയൊക്കെ തന്നു. നല്ല കൊള്ളി വീട്ടിൽ വന്നത് പുഴുങ്ങിയൊക്കെ ചെയ്തപ്പോൾ നല്ല കൊള്ളിയാണത്. ആളതുപോലെ തന്നെ അവിടെ കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.